പത്തനംതിട്ട ജില്ലയിലെ അടൂര് തേപ്പുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തിച്ചു വരുന്ന അനാഥാലയമായിട്ടുള്ള ജീവമാതാ കാരുണ്യ ഭവൻ, അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് അലിഗേഷനൊക്കെയാണ് മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത്, ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകളും രേഖപ്പെടുത്തുക. ഒരു ലൈക്കും കൂടി ചെയ്യുക കേട്ടോ. അപ്പൊ നേരെ നമുക്ക് ഈ വിഷയത്തിലോട്ട് കടക്കാം. ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നത് ഉദയഗിരിജ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. ഇവരുടെ ഈ സ്ഥാപനത്തിൽ ഏകദേശം 40ഓളം പെൺകുട്ടികളും അതുപോലെ മാതാപിതാക്കൾ, വൃദ്ധരായിട്ടുള്ള കുറച്ച് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട കുറച്ച് രോഗികളായിട്ടുള്ള മാതാപിതാക്കൾ ഇവിടെ കഴിഞ്ഞു പോകുന്നുണ്ട്. എല്ലാവരും തന്നെ അച്ഛനും അമ്മയും ഒക്കെ ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികളല്ല. ചിലർക്കൊക്കെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ഒക്കെ ഉണ്ട്. ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ കാണാനുള്ള ഒരു പെർമിഷനും ഒക്കെ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ ജീവിക്കുന്ന കുട്ടികളും ഉണ്ട്. ചിലരൊക്കെ ഈ വെക്കേഷൻ ടൈമിലൊക്കെ അവരുടെ വീട്ടിലോ ഒക്കെ പോയി നിൽക്കുന്ന ഒരു സ്ഥിതി ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഈ അടുത്തായിട്ട് ഉദയഗിരിജ മാധ്യമ ശ്രദ്ധയൊക്കെ ഒരുപാട് നേടിയെടുത്ത ഒരു സ്ത്രീയാണ്. ഇവരുടെ മകനെ കൊണ്ട് അനാഥാലയത്തിലെ ഒരു പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കുകയും പിന്നീട് ആ ഒരു പെൺകുട്ടി ഗർഭിണിയൊക്കെ ആയി വളരെ സന്തോഷപൂർവ്വം ഇവരിങ്ങനെ കുടുംബം നടത്തിക്കൊണ്ടു പോകുന്ന രീതിയിലുള്ള വീഡിയോസ് എല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ പറയുന്നില്ല, അതിജീവിതയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ആ പേര് പോലും എടുത്ത് നമ്മൾ ഇതിനകത്ത് പറയുന്നില്ല. നിങ്ങൾക്ക് ഏകദേശം എല്ലാവരെയും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇവർക്ക് ഈ അടുത്തിടെ ഈ മക്കളെല്ലാവരും കൂടി ഈ ഒരു സ്ത്രീയുടെ വിവാഹമൊക്കെ നടത്തി കൊടുത്തിരുന്നു. അങ്ങനെ അവർ ഭയങ്കര സന്തോഷപരമായിട്ടൊരു കുടുംബജീവിതമൊക്കെ നടത്തിക്കൊണ്ട് പോവുകയാണെന്ന് ജനങ്ങളെയൊക്കെ ധരിപ്പിക്കുക. അതുപോലെ തന്നെ ഈ അനാഥാലയം അവർ കൊണ്ടു നടക്കുക. അതിൻ്റെ അനാഥാലയത്തിൻ്റെ പേരിലും ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അതിൽ അന്തേവാസികളുടെയും പിന്നെ ഇവരുടെ കുടുംബപരമായിട്ടുള്ള വീഡിയോസും എല്ലാം ഇവർ ഷെയർ ചെയ്യും, കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മനോഹരമായിട്ടുള്ള രീതിയിൽ അങ്ങനെ ജനങ്ങളെല്ലാം ധരിപ്പിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. ജൂൺ 20-ാം തീയതി സന്ധ്യ പല്ലവി എന്ന് പറയുന്ന ഒരു കലാകാരി, അവരുടെ ഒരു പോസ്റ്റാണ് വന്നിട്ടുള്ളത്. ഈ അനാഥാലയത്തെക്കുറിച്ചും അതുപോലെ ഈ ശ്രീ ഉദയഗിരിജയുടെ മകൻ വിവാഹം കഴിച്ച ആ പെൺകുട്ടിയുടെ ഗർഭത്തെക്കുറിച്ചും ഒക്കെയാണ്, ജനിച്ച കുഞ്ഞിനെ കുറിച്ചും എല്ലാം ഒരു വല്ലാത്ത ഒരു അവിചാരിതമായ, ജനങ്ങളൊന്നും വിചാരിക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അവരൊന്നും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ പോസ്റ്റ് ഇവിടെ വെച്ചേക്കാം. പോസ്റ്റിന്റെ കുറച്ച് പ്രസക്ത ഭാഗങ്ങളും ഞാൻ ഇപ്പം പറയാം. ഫ്രോഡുകളുടെ കാലമാണ്. പത്തനംതിട്ട CWCയുടെ ഫണ്ടിലൂടെ പണിഞ്ഞ ബിൽഡിങ്ങിൽ കമ്മീഷൻ വ്യവസ്ഥയിൽ ആളെ വെച്ച് പാവപ്പെട്ട വീട്ടിലെ കൊച്ചുങ്ങളെ കടത്തിക്കൊണ്ടുവന്ന് വലിയ ത്യാഗി ചമയുന്ന നിന്നെ അടപടലം പത്തനംതിട്ട ചൈൽഡ് വെൽഫെയർ പൂട്ടും. നീ മുക്കിയ ലക്ഷങ്ങളുടെയും നീ നടത്തുന്ന ഓൾഡ് ഏജ് ഹോമിന്റെയും ചൈൽഡ് മന്ദിരത്തിന്റെയും മറവിൽ ലക്ഷങ്ങൾ മറിക്കുന്ന നിനക്ക് 8ന്റെ പണി കിട്ടും. എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്ത് എന്നെ ഒതുക്കിയതുപോലെ ദൈവത്തിനെ ഒതുക്കാൻ പറ്റില്ല. ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്. അങ്ങനെ തുടങ്ങുന്ന ഒരു പോസ്റ്റാണ്. ഈ പോസ്റ്റ് ഒരു വലിയൊരു പോസ്റ്റാണ്. സന്ധ്യ പല്ലവി എന്ന് പറയുന്ന ഇവരൊരു ആർട്ടിസ്റ്റാണ്. ഇവർക്ക് ആ ഒരു കൊറോണ കാലഘട്ടത്തിൽ, അതായത് 2022 കാലഘട്ടത്തിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ആ ഒരു സമയത്ത് ഇവർക്ക് വർക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സമയത്ത് ഒരു പത്രത്തിന്റെ വാർത്ത കണ്ടിട്ട്, അതായത് ഒരു പത്രപരസ്യം കണ്ടിട്ട് ഈ ഒരു സ്ഥാപനത്തിലേക്ക് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുവാണ്. അവിടെ ജൂൺ 6-ന് 2022 ജൂൺ 6-ാം തീയതി ഇവർക്ക് അവിടെ ജോലി ലഭിക്കുകയും ഇവരവിടെ ജോയിൻ ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇവരവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അവിടുത്തെ അന്തേവാസിയായിട്ടുള്ള ഒരു അമ്പിളി എന്ന് പറയുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയെ കൊണ്ട് അവിടെയുള്ള മറ്റ് അന്തേവാസികളായിട്ടുള്ള പ്രായമായ മാതാപിതാക്കളുടെ മലമൂത്ര വിസർജനമെല്ലാം ഈ പെൺകുട്ടിയെ കൊണ്ട് ഒരു ഗ്ലൗസ് പോലും ഇടിയിക്കാണ്ട് ഒരു ബ്രഷ് പോലും കൊടുക്കാണ്ട് അതിൻ്റെ കൈ കൊണ്ട് തന്നെ വാരി വൃത്തിയാക്കുന്നതൊക്കെയാണ്. അവിടെ ക്ലീൻ ചെയ്യാനൊന്നും ഒരു സ്റ്റാഫ് പോലും ഇല്ല. ഈ ഒരു പെൺകുട്ടിയെ കൊണ്ടാണ് അവിടുത്തെ വൃത്തിയാക്കലുകളും അല്ലെങ്കിൽ ഈ പ്രായമായ ആൾക്കാരെ നോക്കലും കൊച്ചു കുട്ടികളെ നോക്കലും എല്ലാം ഈ പറയുന്ന അമ്പിളി എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടി, അവിടുത്തെ ഒരു അന്തേവാസി കുട്ടി തന്നെയാണ്. അതിൻ്റെ അമ്മ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഒരു വിഷാദ രോഗത്തിനൊക്കെ രോഗിയായിട്ടുള്ള ഒരു അമ്മയാണ് ഈ പറയുന്ന പെൺകുട്ടിയുടെ. അപ്പം അമ്മയും ഈ പെൺകുട്ടിയും എല്ലാം അവിടുത്തെ അന്തേവാസികളാണ്. അതൊക്കെയാണ് ഈ ഒരു സന്ധ്യ പല്ലവി എന്ന് പറയുന്ന ആ ജോലിക്ക് അവിടെ ചെന്നിട്ടുള്ള ആ ഒരു ആർട്ടിസ്റ്റായ അവർ കണ്ടത്. അവിടെ ലക്ഷ്മി എന്ന് പേരുള്ളൊരു കുഞ്ഞു കുട്ടിയുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ ദേഹത്ത് ആകെ വ്രണവും പഴുപ്പും ഒക്കെ ആയിട്ട് ആകെ ചൊറിഞ്ഞ് നാശമായിട്ട് ഇരിക്കുമായിരുന്നു ഈ ഒരു ആർട്ടിസ്റ്റ് അവിടെ ചെല്ലണ സമയത്ത്. അപ്പോൾ ഇവരത് ജോലിക്കാരിയായിട്ടാണല്ലോ അവിടെ ചെന്നത്. അപ്പോൾ ആ സമയത്ത് ഇവർ ഒരു സജഷൻ പറയുകയാണ്, ഉപ്പിട്ട വെള്ളത്തിൽ ഈ കുട്ടീനെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ രോഗത്തിന് കുറച്ചെങ്കിലും സൗഖ്യമൊക്കെ കിട്ടുമെന്ന്. എന്നാൽ ഇവരതിനെ അനുവദിച്ചില്ല. അതുമാത്രമല്ല, അവിടെ അന്നേ ദിവസം അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് മാത്രമല്ല 2-3 ദിവസത്തേക്ക് ഈ ബാക്കി വന്നിട്ടുള്ള ഫുഡ്,
അത് തന്നെ ചൂടാക്കി അവിടെയുള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ചും മാതാപിതാക്കളായിട്ടുള്ള പ്രായമുള്ള അവർക്ക് ഇത് തന്നെയാണ് പുളിച്ചതും വളിച്ചതും ഒക്കെയാണ് കൊടുക്കുന്നത്. കൂട്ടത്തിൽ ഈ പറയുന്ന സന്ധ്യ എന്ന് പറഞ്ഞ സ്ത്രീക്കും അതേ ആഹാരം തന്നെയാണ് അവർ വിളമ്പി കൊടുത്തത്. അതുപോലെ തന്നെ അവിടുത്തെ ചൈൽഡ് ഹോമിലോട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇവിടെ ഒരു അണ്ടർഗ്രൗണ്ടിലോട്ട് ഒരു പൈപ്പ്, PVC പൈപ്പ് ഇട്ടിട്ടുണ്ട്. അതുവഴി ഈ ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം കുത്തി നിറച്ചിട്ട് അതുവഴി അങ്ങ് തള്ളിക്കളയും. ആ ഒരു അണ്ടർഗ്രൗണ്ടിലോട്ട് ഇവർ കളയുകയാണ് ഈ പറയുന്ന ഗിരിജ എന്ന് പറയുന്ന സ്ത്രീ, അതായത് നടത്തിപ്പുകാരി ചെയ്യുന്നത് എന്നാണ് ഈ സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീ പറഞ്ഞു വരുന്നത്. അന്ന് ഈ സ്ത്രീ പോണ സമയത്ത് 22 പെൺകുട്ടികളാണ് അവിടെ താമസിച്ച് വന്നിരുന്നതെന്നാണ് പറയുന്നത്. അവർക്കൊരു സോപ്പില്ല, എണ്ണയില്ല, പല്ല് തേക്കാൻ ഒരു പേസ്റ്റ് ഇല്ല, വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളും. കാരണം അഴുക്ക് പിടിച്ച് ആകെ നാശമായിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. അവരെ നോക്കാൻ ഒരു ആയയില്ല, അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു മരുന്നില്ല, ആഹാരമില്ല. അങ്ങനെയുള്ള ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണ് ആ പെൺകുട്ടികൾ അവിടെ കഴിഞ്ഞു വരുന്നത്. എനിക്ക് അത്യാവശ്യം ലോകവിവരം അത് മാത്രമല്ല കുറച്ച് വിവരമുള്ള ഒരു സ്ത്രീയായിരുന്നു, പക്വതയൊക്കെ ഉള്ള, പുറത്തുനിന്നുള്ളൊരു ലേഡിയാണല്ലോ. പെട്ടെന്ന് വന്ന് ഇവരിതൊക്കെ കണ്ടപ്പോൾ ആകെ അപ്സെറ്റ് ആവുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം വീഡിയോസും ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ചുറ്റുപാടും എല്ലാം വീഡിയോ ആക്കി എടുത്തു വെച്ചിരുന്നു. അപ്പം ഇതൊക്കെ കൊണ്ട് നേരെ ഇവർ കൊടുമൺ സ്റ്റേഷനിലോട്ട് പോയി. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇതെല്ലാം ഹാജരാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിനുശേഷം കൊടുമൺ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവരെ ഈ ഉദയഗിരിജ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന്റെ ഡയറക്ടറെ വിളിച്ചന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ പോലീസ് സ്റ്റേഷന്റെ അണ്ടറിലല്ല, അടൂർ പോലീസ് സ്റ്റേഷന്റെ അണ്ടറിലാണ് ഈ സ്ഥാപനം വരുന്നത്, അവിടേട്ട് വിടാൻ പറഞ്ഞു. അങ്ങനെ ഇവർ കംപ്ലൈന്റ് ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോയി, ഈ സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് എന്താ പറയാ, ഈ സ്ഥാപനത്തിന് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരൊരു ഫേസ്ബുക്ക് പോസ്റ്റും വീഡിയോയും ഒക്കെ ഇട്ടിരുന്നു. അതിനുശേഷം പരാതിയെല്ലാം കൊടുത്ത് അവർ തിരിച്ചു പോവുകയൊക്കെ ചെയ്തു. അവിടെ വെച്ച് ആ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഒത്തുതീർപ്പാക്കി വിട്ടു എന്നാണ് പറയുന്നത്. അതായത് ഉദയഗിരിജ പറയുന്നത് അവിടെ വെച്ച് അങ്ങ് ഇവരുടെ ഭാഗത്തായിരുന്നു തെറ്റ്, അതുകൊണ്ട് ഇവരുടെ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നൊക്കെയാണ് ഉദയഗിരിജ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിൽ പറഞ്ഞു വരുന്നത്. എന്നാൽ ഈ പറയുന്ന പോസ്റ്റുകളൊന്നും ഇവർ ഡിലീറ്റ് ചെയ്തിരുന്നില്ല. 2022 നടന്ന സംഭവങ്ങളെല്ലാം അവരുടെ ഫേസ്ബുക്ക് പേജിൽ തന്നെ നിലവിലുണ്ട്. അതിനുശേഷം ഇവർ വെറുതെ നിന്നില്ല. ഈ സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീ ചൈൽഡ് വെൽഫെയറിനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും പല ആൾക്കാർക്കും ഇതുപോലെ മനുഷ്യാവകാശ കമ്മീഷനും എല്ലാം കംപ്ലൈൻറ്റ് കൊടുത്ത് അതിൻ്റെ രേഖകളെല്ലാം അവർ സൂക്ഷിച്ചിരുന്നു. അവരെടുത്തൊരു വീഡിയോയും അവർ കംപ്ലൈൻറ്റ് കൊടുത്ത ഒരു പേപ്പറും കൂടി ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇവിടെ വെക്കുവാണ്. നിങ്ങൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പം അതെല്ലാം അവർ എടുത്തു. അതിനുശേഷം അവർക്കൊരു കൺഫർമേഷനും വന്നു, ഇതുപോലെ ഈ ഒരു സ്ഥാപനത്തിനെതിരെ ഇങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്തതിനെതിരെ ആ സ്ഥാപനത്തിൽ പോയി ചെക്ക് ചെയ്യുകയും കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമിക്കുന്നതിനെ കുറിച്ച്. പിന്നെ അതിനുശേഷം ഈ സന്ധ്യ പല്ലവി എന്ന് പറയുന്ന സ്ത്രീ ഇതിന് പുറപ്പെടുകയൊന്നും ചെയ്തില്ല. ഇതിനെന്താ സംഭവിച്ചതെന്നോ ആ കംപ്ലൈൻ്റ് എല്ലാം കൊടുത്തതിന് ശേഷം പിന്നെ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള അവരും വലിയ ചുറ്റുപാടുള്ള സ്ത്രീയൊന്നുമല്ല, വലിയ സാമ്പത്തിക മെച്ചമുള്ള സ്ത്രീയൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ പുറകെയൊന്നും നടക്കണ്ട, ഇനി തലവേദന വേണ്ടല്ലോ എന്ന് വെച്ചാൽ അവരവിടെ ഉപേക്ഷിച്ചിട്ട് അവരുടെ ജീവിതവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരങ്ങ് തിരക്കുകളിലായിട്ട് പിന്നെയും പോയി. പക്ഷെ എന്നാൽ പോലും ഉദയഗിരിജയുടെ ഒരു സ്റ്റേറ്റ്മെന്റിൽ അവർ കറക്റ്റായിട്ട് ഈ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തതിൽ അവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഈ പരാതി കൊടുത്തതിനെതിരെ വ്യക്തമായ ഒരു അന്വേഷണം ആ ഒരു സ്ഥാപനത്തിൽ ചെന്നിട്ടുണ്ടെന്നും, എന്നാൽ ഉദയഗിരിജയ്ക്ക് ഈ സ്ഥാപനത്തിന് അനുകൂലമായിട്ടാണ് അവർ റിപ്പോർട്ട് കൊടുത്തത് എന്നുമാണ് ഉദയഗിരിജ പറയുന്നത്. അപ്പൊ സന്ധ്യ പല്ലവിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും അതിന്റെ അടുപ്പിച്ച് തന്നെ ഉള്ള ദിവസങ്ങളിലാണ്, അതായത് ജൂൺ 12-ാം തീയതിയാണ് ഈ ഉദയഗിരിജയുടെ വിവാഹം. രണ്ടാമത് അവർ വിവാഹം കഴിച്ചു, ഒരു ഷൈജു എന്ന് പറയുന്ന ഒരാളെയാണ് വിവാഹം കഴിച്ചത്. അത് നടക്കുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഇവരുടെ മകനായിട്ടുള്ള വിഷ്ണു, അതിജീവിതയായിട്ടുള്ള ഈ അനാഥാലയത്തിൽ തന്നെയുള്ള ആ ഒരു പെൺകുട്ടി പ്രസവിച്ചത്. അപ്പോൾ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി മാസം തികയാണ്ടാണ് പ്രസവിച്ചതെന്നാണ്. അതായത് നവംബർ മാസത്തിലാണ് ഇവരുടെ രണ്ടുപേരുടെ വിവാഹം കഴിഞ്ഞത്. എന്നാൽ ജൂൺ മാസം ആയപ്പോഴത്തേക്ക് ഈ അതിജീവിത ഒരു കുഞ്ഞിന് ജന്മം നൽകുകയാണ്. എന്നാൽ ഇവർ സ്ഥിരമായിട്ട് ഈ വ്ലോഗുകളെല്ലാം ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. യൂട്യൂബ് ചാനൽ ഇവർ രണ്ടുപേരും കൂടി നടത്തി, അതായത് മകനായിട്ടുള്ള വിഷ്ണു ഈ പറയുന്ന അതിജീവിതമായിട്ടുള്ള പെൺകുട്ടിയും കൂടി ഒരു യൂട്യൂബ് ചാനൽ റൺ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇവരുടെ വീട്ടുവിശേഷങ്ങളും ഈ കുട്ടി ഗർഭിണിയായിരുന്നപ്പോൾ ഉള്ള വിശേഷങ്ങളും പിന്നെ ഈ പറയുന്ന അനാഥാലയത്തിലുള്ള അന്തേവാസികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഇവരുടെ കുടുംബകാര്യങ്ങളും എല്ലാം ഇടുന്നത്. എന്നാൽ ഇവരുടെ സ്ഥിരം വ്യൂവേഴ്സ് ആയിട്ടുള്ള ഇവർക്ക് കുറേ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു കുട്ടി അനാഥാലയത്തിൽ നിന്ന് വന്നൊരു കുട്ടി എന്നുള്ള രീതിയിലൊരു കെയറിങ്ങും ഒരു സ്നേഹവും പ്രത്യേക ഒരു ബഹുമാനവും എല്ലാം ഇവരുടെ അടുത്ത് നിലനിന്നിരുന്നു പ്രേക്ഷകർക്ക്. അതുകൊണ്ട് തന്നെ ഇവരെ സ്ഥിരമായിട്ട് ഇവരെ കണ്ടുകൊണ്ടിരുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷെ ഈ കുട്ടിയുടെ ഒരു വളർച്ച, അതായത് ഈ ജന്മം കൊടുത്തിട്ടുള്ള കുഞ്ഞു കുട്ടിയുടെ ഒരു വളർച്ച 7 മാസത്തെ വളർച്ചയല്ല, അതിനൊരു പൂർണ്ണ വളർച്ച എത്തിയൊരു കുഞ്ഞാണെന്നും എല്ലാം പലരും ഈ പ്രേക്ഷകരായിട്ടുള്ള പലരുടെയും കമന്റ് വഴി ഈ ഒരു
യൂട്യൂബ് ചാനലിന്റെ കമന്റ് ബോക്സിൽ ഇട്ടിരുന്നു. എന്നാൽ ഇത് കാണുന്ന ഈ യൂട്യൂബ് ചാനൽ നടത്തുന്ന ആൾക്കാർ ഭംഗിയായിട്ട് ഇത് ഡിലീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ കൂടുതൽ സംശയങ്ങൾ ആൾക്കാരിൽ വരികയും ഒക്കെ ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ ഇവർ ഇട്ട വീഡിയോസ് ഒക്കെയാണ് ഇവർക്കൊരു വിനയായിട്ട് വന്നത്. മാത്രമല്ല ഈ ഒരു കുഞ്ഞിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 2500 ആയിരുന്നു. ഒരിക്കലും 7 മാസമൊക്കെ ആയിട്ട് പ്രീമെച്ചുറായിട്ട് ഉണ്ടായ ഒരു കുഞ്ഞിന് 2.5 കിലോ വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്ക് ഒരു സംശയം തോന്നിയിട്ടുള്ളത്. അതുമാത്രമല്ല സാധാരണ പ്രസവം നടന്നിട്ട് ആൾക്കാർ ഹോസ്പിറ്റലിൽ നിന്ന് പോരുന്ന ഒരു 2-4 ദിവസം കഴിഞ്ഞിട്ടാണ്, പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്തവര്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ പറയുന്ന അതിജീവിതയും കുടുംബവും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിൽ പോന്നിട്ടുള്ളത്. ഒരു 4 ദിവസത്തിനുള്ളിൽ തന്നെ അവർ ഡിസ്ചാർജ് ആയി കുഞ്ഞിനെയും കൊണ്ടാണ് വീട്ടിലോട്ട് വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരു പ്രീമെച്ചുർ കുഞ്ഞൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റലുകാർ ഒരിക്കലും കുഞ്ഞിനെ ഈ വീട്ടുകാരുടെ കൂടെ വിടത്തില്ല. ഉറപ്പായിട്ടും അതിനെ NICUലൊക്കെ വെച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് ഒക്കെ കഴിഞ്ഞിട്ടേ കുട്ടിയെ പൂർണ്ണ വളർച്ച എത്തിയതിനു ശേഷം മാത്രമേ ഇവരുടെ കയ്യിൽ കൊടുത്തു വിടത്തുള്ളൂ. അമ്മയെ ചിലപ്പോൾ വീട്ടിലോട്ട് വിടുമായിരിക്കും എന്നുള്ള സംശയമല്ല ഇവരുടെ പ്രേക്ഷകർ തന്നെ ഈ ഒരു കമന്റ് ബോക്സ് മുഖേന ഇവരെ അറിയിക്കാനും അങ്ങനെ ഒരു സംശയം എല്ലാവരും ഉടലെടുക്കാനും എല്ലാം ഇടയായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പ്രേക്ഷകരുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഇവരുടെ കുറേ ഇന്റർവ്യൂകൾ നോർമൽ ആയിട്ടുള്ള കുറേ ചാനലുകളിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ പേരൊന്നും പറയുന്നില്ല, ചാനലിൻ്റെ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ലിങ്ക് കിട്ടും. അപ്പോൾ അതിനകത്തൊക്കെ വന്നിട്ടുള്ളത് ഈ പ്രേക്ഷകർക്ക് തോന്നിയ സംശയം എല്ലാം ആ ഒരു അവതാരകൻ ഇവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇവര് അതിനെല്ലാം കുട്ടി ഇപ്പോഴും പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ലെന്നും കുട്ടിക്ക് ഹാർട്ടിൽ എന്തോ വാൽവിന് ബ്ലോക്ക് ഉണ്ടെന്നോ മതിലിന് ബ്ലോക്ക് ഉണ്ടെന്നോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ എക്സ്പ്ലനേഷൻ, വായിക്കൊള്ളാത്ത രീതിയിലുള്ള എക്സ്പ്ലനേഷനൊക്കെ പറഞ്ഞു രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും ഇതിനകത്ത് ഒരു മിസ്റ്റേക്ക് ഇവർക്ക് പറ്റി. കാരണം അമ്മ പറഞ്ഞു ഈ ഒരു അതിജീവിതയായിട്ടുള്ള പെൺകുട്ടി വീട്ടിലിരുന്നപ്പോൾ ബാത്റൂമിൽ തെന്നി വീണ് പെട്ടെന്നൊരു കോംപ്ലിക്കേഷൻ ഉണ്ടായി വേദന വന്ന് ഹോസ്പിറ്റലിൽ പോവുമായിരുന്നു എന്നാണ് അമ്മയുടെ ഭാഗത്ത്, അതായത് ഉദയഗിരിജയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഒരു എക്സ്പ്ലനേഷൻ. എന്നാൽ വേറൊരു ഇന്റർവ്യൂവിൽ മകനായിട്ടുള്ള ഭർത്താവായിട്ടുള്ള ഈ വിഷ്ണു എന്ന് പറയുന്ന അതിജീവിതയുടെ ഭർത്താവ് കേട്ടോ ആയിട്ടുള്ള അയാളുടെ ഒരു എക്സ്പ്ലനേഷൻ, ഇവര് കുടുംബമായിട്ട് ഒരു കടൽ തീരത്ത് പോകുമ്പോൾ പെട്ടെന്ന് ഒരു വേദന വരികയൊക്കെ ആയിരുന്നു, അതിനുശേഷം അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലോട്ട് പോവുമായിരുന്നു എന്നാണ് അയാൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ വിഷ്ണുവിന്റെ സഹോദരിയായിട്ടൊരു പെൺകുട്ടി പറഞ്ഞത് ഈ പറയുന്ന അതിജീവിതയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് വളർച്ച കുറവായതുകൊണ്ട് ഡോക്ടർ തന്നെ ഒരു ഡേറ്റ് നിശ്ചയിച്ച് കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് നേരത്തെ ഒരു പ്രീമെച്ചുർ ഡെലിവറി ആയിട്ട് ഇത് സംഭവിച്ചു പോയത് എന്നാണ് മൊത്തത്തിൽ ഇവർക്ക് പറയുന്നതിൽ ഒരു പരസ്പര വിരുദ്ധമായിട്ടാണ് ഇവർ ആ ഇന്റർവ്യൂവിലൊക്കെ സംസാരിച്ച് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴേ ഈ പ്രേക്ഷകർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വളരെയധികം സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ ചൊല്ലിയും തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പലരും ഇതിന്റെ എന്താണ് സത്യാവസ്ഥ എന്നൊക്കെ അറിയണം എന്നുള്ള ആഗ്രഹത്തോട് തന്നെ മുന്നോട്ട് പോവുകയും അതുപോലെ അതൊരു കേസാവുകയും അതൊരു പോക്സോ കേസായിട്ട് പിന്നീട് മാറുകയും ചെയ്തു. ചൈൽഡ് വെൽഫെയർ തന്നെ ഇതിനകത്ത് അന്വേഷിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ ഈ കുട്ടി, അതായത് ഈ അതിജീവിതയായിട്ടുള്ള പെൺകുട്ടി ഇവിടെ ഇവരുടെ അനാഥാലയത്തിൽ അന്തേവാസിയായിട്ടുള്ള പെൺകുട്ടി 18 വയസ്സിന് മുന്നാണ് ഗർഭിണിയായതെന്നും അതിനുശേഷം പൂർണ്ണ വളർച്ചയുള്ളൊരു കുഞ്ഞിന് തന്നെയാണ് ഇവർ ജന്മം നൽകിയതെന്നും ഈ റിപ്പോർട്ട് വഴി എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. ഈ പറയുന്ന വ്യക്തിക്കെതിരെ, അതായത് വിഷ്ണു എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ പോക്സോ കേസ് ഇതുവരെ ചാർജ് ചെയ്തിരുന്നില്ല. ഇനിയിപ്പോൾ ചാർജ് ചെയ്യുമെന്ന് നമുക്കറിയില്ല. തീർച്ചയായിട്ടും അയാൾ തെറ്റുകാരനാണെങ്കിൽ തീർച്ചയായിട്ടും പോക്സോ വകുപ്പ് പ്രകാരം അയാളെ ശിക്ഷിക്കേണ്ടത് തന്നെയാണ്. കാരണം ഈ പെൺകുട്ടിയെ ഇപ്പൊ ഗർഭിണിയാക്കി ഇയാൾ കല്യാണം കഴിച്ചു. ഇനിയിപ്പോൾ അവിടെ കുറേ അന്തേവാസികളായിട്ടുള്ള പെൺകുട്ടികളുണ്ട്. പല യൂട്യൂബേഴ്സും 18 വയസ്സായില്ലെങ്കിലും കുഴപ്പമില്ല, ഈ പെൺകുട്ടീനെ ഗർഭിണിയാക്കിയവൻ തന്നെയല്ലേ കല്യാണം കഴിച്ചാൽ ഇനി പോക്സോ വകുപ്പായിട്ട് ഇവനെ ശിക്ഷിക്കേണ്ടതായിട്ടുണ്ടോ, അതല്ലെങ്കിൽ അവരുടെ കുടുംബജീവിതത്തിനെ ബാധിക്കില്ലേ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു പയ്യൻ തെറ്റുകാരനാണെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കേണ്ട തന്നതാണ്. കാരണം 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇവൻ ഗർഭിണിയാക്കിയത്. അങ്ങനെയാണെങ്കിൽ അപ്പൊ അവിടെ വേറെയും പെൺകുട്ടികളുണ്ട്, അവരുടെ സുരക്ഷിതത്വം എത്രമാത്രം ഉണ്ടായിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു വൻ വീഴ്ചയാണ് അവിടെ നടന്നിട്ടുള്ളത്. അവിടുത്തെ അന്തേവാസിയായിട്ടുള്ള പെൺകുട്ടിയാണ് ഗർഭിണിയായിട്ടുള്ളത്. അപ്പൊ ബാക്കിയും പെൺകുട്ടികളുണ്ട്. അപ്പൊ അവരുടെയൊക്കെ അവസ്ഥ എന്താണ്, അവരെയൊക്കെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ, എന്താണ് അവരുടെ അവസ്ഥ എന്നൊക്കെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു പരിശോധിക്കേണ്ടതാണ്. ഒരു സംശയ ദൃഷ്ടിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. കാരണം ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു വീട്, ഇവരുടെ ഒരു വീടും സ്ഥാപനവും ഒരു മതിലിന്റെ വ്യത്യാസം ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇത്രയും വിഷയമായിട്ട് ഇരിക്കുമ്പോൾ അവിടുത്തെ പല അയൽക്കാരും അതുപോലെ തന്നെ ഈ
ഈ ഒരു സ്ഥാപനത്തെ ചുറ്റിപ്പറ്റി താമസിക്കുന്ന ആൾക്കാരും എല്ലാം കുറേ കാര്യങ്ങളാണ് പുറത്തോട്ട് വിടുന്നത്. അതായത് ഈ ഒരു അന്തേവാസിയായിട്ടുള്ള പെൺകുട്ടിക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചാവ് ഈ ഒരു പയ്യൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നും അവിടെ ഒരു വലിയ ഗ്രില്ലുണ്ടെന്നും എല്ലാവരും കിടന്നതിന് ശേഷം ആ ഗ്രില്ല് ക്ലോസ് ചെയ്യുമെന്നും അതിനുശേഷം എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പായതിനു ശേഷം ഈ പറയുന്ന അതിജീവിതയായിട്ടുള്ള പെൺകുട്ടി ആ ഡ്യൂപ്ലിക്കേറ്റ് ചാവി ഉപയോഗിച്ച് പുറത്തോട്ട് വരുമായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിൻ്റെയൊക്കെ ഞാൻ ഒരു തെളിവും വോയിസൊക്കെ ഞാൻ ഇവിടെ വെക്കുവാണ്. മാന്യ പ്രേക്ഷകരെ, നിങ്ങളിതൊന്ന് കാണണം. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെങ്കിലും അത് പുറത്തോട്ട് തന്നെ വരണം. അവള് അത് ഞങ്ങളുടെ കൂടെ പഠിച്ചു വരുന്നു, +2 ഞങ്ങളുടെ കൂടെ. അപ്പൊ ആ സമയം ആ ഒക്ടോബറിൽ അവളെ കെട്ടിച്ച് വിട്ടെ. അത് എങ്ങനെയാന്ന് വെച്ചാൽ അവളെനിക്ക് രാത്രി ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ഗ്രില്ല് കൂട്ടുവേ. ഞങ്ങൾക്ക് ഇങ്ങനെ 6 റൂമാ. അപ്പൊ എല്ലാരും അകത്തേക്ക് 10 മണിയാകുമ്പോൾ ഗ്രില്ല് കൂട്ടും അവിടത്തെ. ആ മെയിൻ ഗ്രില്ല് ആ റൂമിന് വെളിയിലോട്ട് ഇറങ്ങുന്ന അവിടെ. ആ ഗ്രില്ല് കൂട്ടിട്ട് സ്റ്റാഫ്മാർ കിടക്കാൻ പോകുന്നു. അപ്പോഴാണെങ്കിൽ ഈ ചേട്ടൻ എനിക്ക് ഇവൾക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് കീ കൊടുത്ത് കൊടുത്തായിരുന്നു. അപ്പൊ അവിടെ നിന്നും അത് ഗ്രില്ല് ഇറങ്ങിട്ട് അങ്ങനെ ഇറങ്ങിയ റൂമിൽ പോവായിരുന്നു. ഉദയഗിരിജയുടെ മകനായിട്ടുള്ള വിഷ്ണു മാത്രമല്ല ഈ ഒരു അനാഥാലയത്തിൽ ചുറ്റിക്കറങ്ങിയിട്ടുള്ളത്. ഇവരുടെ മരുമകനുണ്ട് ഇതിനകത്ത്, പല ഡ്രൈവേഴ്സും ഉണ്ട് ഇതിനകത്ത്, ഇവരുടെ സഹായികളുണ്ട് ഇതിനകത്ത്. അതുമാത്രമല്ല ഇവരിപ്പോൾ ഒരു വിവാഹം കഴിച്ചല്ലോ, ഈ അടുത്തിടെ ഉദയഗിരിജ ഒരു വിവാഹം കഴിച്ചിരുന്നു. അയാളെ കുറിച്ച് കേൾക്കുന്ന അലിഗേഷൻസ് ഒക്കെ ഒരിക്കലും ഒരു സ്ഥാപനം നടത്താൻ യോഗ്യരല്ല എന്ന് തെളിയിക്കുന്ന അലിഗേഷൻസ് ആണ് അയാളെ കുറിച്ചൊക്കെ വരുന്നത്. അതിൻ്റെയൊക്കെ വോയിസ് ഞാൻ ഇതിനകത്ത് വെക്കുവാണ് കേട്ടോ. കാരണം അത്രയും വലിയൊരു അലിഗേഷൻസ് ആണ്. നമുക്ക് ഇതിനകത്ത് എത്രമാത്രം വിശ്വസിപ്പിച്ച് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അത്രമാത്രം അലിഗേഷൻസ് ആണ്. ആ സ്ഥാപനത്തിൽ തന്നെ നിന്ന ഒരു സ്ത്രീയായിട്ടായിരുന്നു ഈ ഒരു വ്യക്തി, ആ ഷൈജു എന്ന് പറയുന്ന വ്യക്തി ലിവിങ് ടുഗദർ ആയിരുന്നെന്നും, എന്നാൽ ആ ഒരു സ്ത്രീയെ മാക്സിമം മുതലെടുത്ത് അവരെ ഇന്ന് 2 ലക്ഷം രൂപയോളം മുതലാക്കിയതിന് ശേഷം, അതുമാത്രമല്ല വിവാഹം കഴിച്ചതുപോലെ, ലിവിങ് ടുഗദർ ആണെങ്കിൽ വിവാഹം കഴിച്ച പോലെ ഇയാളുടെ ഒരു വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വരിക, ഇയാളുടെ പ്രായമായിട്ടുള്ള മാതാപിതാക്കളെയൊക്കെ നോക്കിക്കുകയൊക്കെ ചെയ്തു. ഇതിന് ശേഷം ഇയാളുടെ ഒരു ആവശ്യമൊക്കെ കഴിഞ്ഞപ്പോൾ അവരെ കറിച്ചണ്ടി പോലെ ഒഴിവാക്കിയതിന് ശേഷം ഈ പറയുന്ന ഉദയഗിരിജ വിവാഹം കഴിക്കുമായിരുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള വോയിസ് ഒക്കെയാണ് ഇതിനകത്ത് തെളിവായിട്ട് ഞാനിവിടെ വെക്കുന്നത്. ദയവായിട്ട് അതൊന്ന് കേൾക്കുക. അത്രമേൽ ഞാൻ എച്ചിപ്പാത്രം കഴുകി കഷ്ടപ്പെട്ട പൈസ അയച്ചതിന്റെ തെളിവെല്ലാം എൻ്റെ കയ്യിലുണ്ട്. പൈസ അയച്ചതിന്റെ ഓരോ മാസവും പൈസ അയച്ചതിന്റെ. സ്കൂട്ടറൊക്കെ അവൻ വിറ്റ് 34,000 രൂപയ്ക്ക് വിറ്റിട്ട് അവൻ പുട്ടടിച്ച് തിന്നു. എന്നിട്ട് അവർ പറയുന്നത് അവർക്ക് ഷൈജുവിനെ അറിയത്തില്ലായിരുന്നു, ഷൈജുവിനെ ഇപ്പോഴും അറിയുന്ന അവർ 14 വർഷം കൊണ്ട് ഭർത്താവില്ലാതെ ജീവിച്ചാണെന്ന്. അവർ എത്ര ആണുങ്ങളുടെ കൂടെ ജീവിച്ചതെന്ന് അറിയാമോ? നേരിട്ട് എനിക്ക് തെളിവ് സഹിതം എനിക്ക് നിരത്താൻ പറ്റും ചേച്ചി ഇവർ ജീവിച്ച ആണുങ്ങളുടെ. കാരണം 12 വർഷം അവരുടെ കൂടെ ജീവിച്ച്, 14 വർഷമായി ഭർത്താവ് മരിച്ചിട്ട് 12 വർഷം കൊണ്ട് അവരുടെ കൂടെ ജീവിച്ച രാജേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എൻ്റെ ഫ്രണ്ടാ. ഈ വാട്സപ്പിനകത്ത് എൻ്റെ ഫ്രണ്ടാ. ഇന്നലെയും കൂടി ഈ നിമിഷം കൂടി അവൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുമാത്രമല്ല പോക്സോ കേസിൽ പ്രതിയെ വരെ ഒളിപ്പിച്ച ഒരാളാണ് ഈ ഷൈജു എന്ന് പറയുന്ന ആള്. അങ്ങനെയുള്ളൊരു വ്യക്തിയൊക്കെ ഈ ഒരു അനാഥാലയത്തിൽ കയറ്റി ഇറക്കുകയും അതുപോലെ ഇയാൾ അവിടെ വന്നു പോവുകയും ഒക്കെ ചെയ്യുന്നു. മാത്രമല്ല ഗിരിജ പറയുന്നത് വാസ്തവിരുദ്ധമാണ്. അവർ പറയുന്ന വെറും 14 ദിവസത്തെ പരിചയമുള്ളൂ, ഈ പറയുന്ന മക്കളാണ്, ഇവർക്കൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ഇയാളെ കണ്ടെത്തി കൊടുത്തെന്നൊക്കെ പറയുന്ന വെറും വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഗിരിജയ്ക്ക് ഇയാൾ മാത്രമല്ല ഭർത്താവായിട്ടുണ്ടായിരുന്നത്, പല പുരുഷന്മാരുമായിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ഇതൊക്കെ ഇവരുടെ പേഴ്സണൽ ലൈഫ് ഇവിടെ ചർച്ച ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. എന്നിരുന്നാൽ പോലും ഇങ്ങനൊരു സ്ഥാപനം, അതും ഈ പെൺകുട്ടികളൊക്കെ പാർപ്പിച്ചിട്ടുള്ള ഈ ഒരു സ്ഥാപനം നടത്തുന്ന ഒരു സ്ത്രീയുടെ ചരിത്രം കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അവരുടെ കീഴിൽ വളർത്തുന്ന 40 പെൺകുട്ടികളെയാണ്. അപ്പം അവരുടെ എല്ലാം ജീവിതം സുരക്ഷിതത്വമാണോ, സുരക്ഷിതരാണോ അവർ, അതൊക്കെ പരിശോധിക്കേണ്ടതല്ലേ? വഴിവിട്ട് നടക്കുന്ന ഒരു സ്ത്രീയുടെ കൂടെ ഇത്രയും കുട്ടികളെല്ലാം പാർപ്പിച്ച അവരുടെയൊക്കെ ജീവിതം എന്താവും, അവരെയൊക്കെ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ, അതെല്ലാം ചോദ്യചിഹ്നം തന്നെയാണ്. ഇവരുടെ കുറിച്ച് ഒരുപാട് പറയാനാണെങ്കിൽ ഇവരുടെ ചരിത്രം ഒരുപാട് പറയാനുണ്ട്. ഇവരുടെ കാര്യം പോട്ടെ, ഇവരുടെയൊക്കെ എങ്ങനെയൊക്കെ ജീവിച്ച് നശിക്കും എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. പക്ഷെ ഈ 40 കുട്ടികളുടെ കാര്യമാണ്. അവരെ എങ്ങനെയെങ്കിലും സുരക്ഷിതരാക്കുക. അവിടെയുള്ള ബാക്കിയുള്ള പ്രായമായിട്ടുള്ള അന്തേവാസികളുണ്ട്, അവർക്ക് പ്രോപ്പറായിട്ട് ആഹാരവും വെള്ളമൊക്കെ കിട്ടണം. ഇവരെ പോലുള്ള വ്യക്തികളെ ഈ സ്ഥാപനത്തിൻ്റെ തലപ്പത്ത് നിന്ന് എടുത്ത് മാറ്റിയിട്ട് പ്രോപ്പറായിട്ടുള്ള ഗവൺമെൻറ് നിശ്ചയിക്കുന്ന, അല്ലെങ്കിൽ വളരെ ഗവൺമെൻറ്റിൻ്റെ നോട്ടത്തിലെത്തുന്ന, അല്ലെങ്കിൽ ആഴ്ചയിലോ മാസത്തിലോ ദിവസത്തിലോ ഇത് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു സ്ഥാപനമാക്കുക. ഈ സ്ഥാപനം അടച്ചുപൂട്ടണമെന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം ഒരുപാട് പേർക്ക് ഇതുവഴി സഹായമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നടക്കട്ടെ, അതൊക്കെ നല്ലതാണ്. പക്ഷേ ഇങ്ങനെയുള്ള പുഴുക്കത്തുകളെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ തലപ്പത്തുനിന്ന് എടുത്തു മാറ്റുക, ഇങ്ങനെയുള്ള കുട്ടികളെ ചൂഷണം ചെയ്യുന്ന രീതി, അതുമാത്രമല്ല 18 വയസ്സാവുമ്പോഴത്തേക്കും കുട്ടികളെ വിവാഹം കഴിപ്പിച്ചല്ല വിടേണ്ടത്, കുട്ടികളെ പഠിപ്പിക്കണം. ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളൊരു സ്ഥാപനമാണിത്.
അപ്പോൾ 18 വയസ്സ് വരെയാണ് ഇവിടെ കുട്ടികൾക്ക് നിൽക്കാൻ പറ്റുള്ളൂവെങ്കിൽ അത് കഴിഞ്ഞിട്ട് കുട്ടികളെ എവിടെയാണ് നിർത്താൻ പറ്റുക? ആ ഒരു സ്ഥാപനത്തിലോട്ട് മാറ്റിയതിന് ശേഷം കുട്ടികൾക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം നൽകുക, വീണ്ടും അവരെ പഠിപ്പിച്ചെടുക്കുക, അവരെ സ്വന്തം കാലിൽ നിർത്താൻ പര്യാപ്തമാക്കുക, അതൊക്കെയാണ് വേണ്ടത്. അതല്ലാണ്ട് ഉടനടി ഒരാളെ കണ്ടെത്തി കല്യാണം കഴിപ്പിച്ചിട്ടാണ് ഇവരാരാണ്? ഇവർ ബ്രോക്കർ പരിപാടിയാണോ ഇവിടെ നടത്തുന്നത്? അതൊന്നുമല്ല. ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് അനാഥരായിട്ടുള്ള കുട്ടികളാണ് അവർ. അപ്പോൾ അവർക്ക് നാളെ ആരുമില്ലെങ്കിലും അവർക്ക് സ്വയമേ ജീവിക്കാൻ ഒരു ജോലിയാണ് അവർക്ക് അത്യാവശ്യം. അതിനുശേഷമുള്ളൂ വിവാഹമൊക്കെ. ഇപ്പം ഈ പറയുന്ന പെൺകുട്ടിയെക്കുറിച്ചൊക്കെ ഒരുപാട് അലിഗേഷൻസും കാര്യങ്ങളും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ അന്ന് പോലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നൊരു പെൺകുട്ടിയാണെന്നൊക്കെ. അപ്പോൾ എന്താ പറയുക, ഈ വീഡിയോ എനിക്ക് തോന്നുന്നു ഒരുപാട് ലെങ്തായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു നെക്സ്റ്റ് ഒരു പാർട്ടായിട്ടും കൂടി ഇടാം കേട്ടോ. കാരണം ഇത് ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാനും അതുമാത്രമല്ല എനിക്കൊന്ന് എഡിറ്റ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാനൊരു നെക്സ്റ്റ് ഒരു പാർട്ടും കൂടി ആയിട്ട് ഞാൻ വരാം. അപ്പോൾ കൂടുതൽ തെളിവുകളും കാര്യങ്ങളൊക്കെ അതിനകത്ത് വയ്ക്കാം. ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒരു ലെങ്ത് കൂടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോ ഇടുമ്പോഴും അതുപോലെ ഈ ഒരു വീഡിയോയ്ക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ ഇതിൻ്റെ താഴെ ഒന്ന് രേഖപ്പെടുത്തുക. ദയവായിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെപ്പോലുള്ള വിലപ്പെട്ട അഭിപ്രായങ്ങളും അതുപോലെ നിങ്ങളെപ്പോലുള്ള വിലപ്പെട്ട വ്യക്തികളുടെ സബ്സ്ക്രിപ്ഷനും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതുപോലുള്ള നീചരായിട്ടുള്ള വ്യക്തികളുടെ പെരുമാറ്റങ്ങളോ അല്ലെങ്കിൽ നീചരായിട്ടുള്ള വ്യക്തികൾ സമൂഹത്തോട് ചെയ്യുന്ന ദ്രോഹങ്ങളോ എല്ലാം മുന്നോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതിനൊരു ഊർജ്ജമായിട്ട് നിങ്ങൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റുകളും രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും ഇതിൻ്റെ ബാക്കിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.